ടൈപ്പിംഗ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 9 വീഡിയോ ആണിത്. വേർഡിൽ ടാബ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇനിയും പഠിക്കുവാനുള്ള കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ റൂളർ സെറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ റൂളർ വന്നത്. അഥവാ റൂളർ ഇവിടെ ഇല്ലെങ്കിൽ വ്യൂ ടാബിൽ പോയി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതുപോലെ റൂളർ ആദ്യം സെറ്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ നിന്നും പല വിധത്തിലുള്ള ടാബ്സ് എടുക്കുന്നത് നമ്മൾ പഠിച്ചു. ലെഫ്റ്റ് ടാബ്, സെൻറ്റർ ടാബ്, റൈറ്റ് ടാബ്, അതുപോലെ ഡെസിമൽ ടാബ്. ഇതൊക്കെ ഇവിടെ നമുക്ക് എടുത്തിട്ട ശേഷം ഇവിടെ വന്ന് ലെഫ്റ്റ് ക്ലിക്ക് കൊടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ്, അതായത് ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്പം റൈറ്റിലോട്ട് മാറിയായിരിക്കുമല്ലോ, അത്തരത്തിൽ സെറ്റ് ചെയ്യുന്നതും അതുപോലെ ഹാങ്ങിങ് ഇൻഡൻറ്റും ഇവയൊക്കെ ഇവിടെ നമ്മൾ എടുത്തിട്ട ശേഷം ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഇമേജ് ഡ്രാഗ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് വേണമെങ്കിൽ മുകളിലത്തെ ഈ ട്രയാങ്കിളിലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുവന്ന് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ താഴേക്കൊരു ഡോട്ടഡ് ലൈൻ വരുന്നത് കാണാം. അങ്ങനെ അത് കണ്ട ശേഷം ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയത് സെറ്റ് ചെയ്യാം. പിന്നീട് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇവിടെ നിന്നായിരിക്കും പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുപോകാനായിട്ട് ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഹാങ്ങിങ് ഇൻഡൻറ്റും നമുക്ക് ഈ താഴെ കാണുന്ന ട്രയാങ്കിൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അത് തിരിച്ച് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഇത് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നെടുത്താം. പിന്നീട് ടോട്ടലി ഈ മാർജിൻ, ഇപ്പോൾ ലെഫ്റ്റ് മാർജിൻ ഈ ഭാഗത്താണ് സെറ്റ് ആയിരിക്കുന്നത്, കാരണം ഇത് ഇവിടെയാണ് നിൽക്കുന്നത്. ആ ലെഫ്റ്റ് മാർജിൻ നമുക്ക് കുറച്ച് ഇപ്പുറത്തോട്ട് മാറി വേണമെങ്കിൽ ഈ ഒരു താഴെ കാണുന്ന ഒരു ചെറിയൊരു ബോക്സ്, ആ ബോക്സിലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുവരിക. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരിക. ലെഫ്റ്റ് മാർജിൻ ഈ ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതുപോലെ ഇവിടെ സെറ്റ് ചെയ്യുന്ന ടാബ് ക്ലിയർ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ലെഫ്റ്റ് ടാബ് എടുത്തിടാം. അതിനുശേഷം ഇവിടെ ടാബ് നമുക്ക് സെറ്റ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ടാബ് ആണെങ്കിൽ ക്ലിയർ കൊടുത്തു, അല്ലെങ്കിൽ കൂടുതൽ ടാബ്സ് ഉണ്ടെങ്കിൽ ക്ലിയറുകൾ കൊടുത്തു, ഓക്കെ കൊടുത്തു, നമ്മൾ ഇത് ക്ലിയർ ചെയ്തു. ഇനി അതിനേക്കാളും മറ്റൊരു എളുപ്പമാർഗ്ഗമുണ്ട്. അതായത് ഈ ടാബ് നമ്മളിവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായി മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവരിക. അതിനുശേഷം ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴേക്ക് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് കാണും. അങ്ങനെ കണ്ട ശേഷം താഴോട്ടോ സൈഡിലോട്ടോ ഈ ഒരു ടാബിൻ്റെ പൊസിഷനിൽ നിന്നും അല്പം മാറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ടാബ് ക്ലിയർ ചെയ്യാവുന്നതാണ്. മറ്റൊരു ടാബ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതേ ലൈനിൽ തന്നെ നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഈ ടാബ് മറ്റൊരു ഭാഗത്തേക്കായിരിക്കും സെറ്റായി പോകുന്നത്. അങ്ങനെ അതേ ലൈനിൽ തന്നെ ഡ്രാഗ് ചെയ്യാതെ ഇവിടെ വന്ന് കൃത്യം ആ ടാബിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവരിക മൗസ് പോയിന്റർ. അതിനുശേഷം ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് താഴോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടോ കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് ടാബ് ഡയലോഗ് ബോക്സിലുള്ള കമാൻഡ്സ് ഒന്ന് നോക്കാം. അതിനായി ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ടാബ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേ ബോക്സ് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ടാബ് സ്റ്റോപ്പ് പൊസിഷൻ കാണാം. ഇവിടെ നമ്മൾ ടാബ് ഒന്നും തന്നെ സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ബ്ലാങ്ക് ആയി കിടക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ടും ടാബ് സ്റ്റോപ്പ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കഴ്സർ ഇവിടെ വന്നു. അതിനുശേഷം 1 എന്ന് കൊടുക്കുക. ഇപ്പോൾ 1 ഇഞ്ചിലായിരിക്കും, അതായത് ഇവിടെ ആയിരിക്കും ഫസ്റ്റ് ടാബ് സെറ്റ് ആകുന്നത്. ഇനി ആ ടാബ് എങ്ങനെയുള്ളതായിരിക്കണം എന്നതാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി ഡിഫോൾട്ടായി തന്നെ ലെഫ്റ്റ് ആക്റ്റീവായി കിടക്കുകയാണ്. സെൻറ്റർ ടാബ് വേണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് സെലക്റ്റഡ് ആയി. റൈറ്റ് ആണ് വേണമെങ്കിൽ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഡെസിമൽ, ബാർ ഇതൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതിനുശേഷം ലീഡർ സെറ്റ് ചെയ്യുന്നതാണ്. ലീഡർ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലൈനിനെയാണ്. ആ ലൈന് ഇതേപോലെ വെറും ഒരു പ്ലെയിൻ ലൈൻ ആകാം, അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻ ആകാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലൈൻ ആകാം. അതും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ആപ്ലിക്കബിൾ ആകുന്നത് ഇവിടെ കാണുന്ന ഈ 1 എന്നുള്ള
ടാബ് സ്റ്റോപ്പിനായിരിക്കും. ഇപ്പോൾ 1 എന്നുള്ള ടാബ് സ്റ്റോപ്പിന് നമുക്ക് ലെഫ്റ്റ് തന്നെ സെറ്റ് ചെയ്യാം. ഇതിന് ശേഷം സെറ്റ് എന്നുള്ള ഈ ബോക്സിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ലെഫ്റ്റ് ടാബ് സെറ്റ് ആയിരിക്കുന്നത് കാണാം. ഇനി അതേ ബോക്സ് നമുക്ക് ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. ഇവിടെ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി, കാരണം ഇവിടെ ഒരു ടാബ് ഉണ്ടല്ലോ. ഇവിടെ ടാബ് ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും എടുക്കാവുന്നതാണ്. ഇനി അടുത്ത ടാബ് സ്റ്റോപ്പ് ഒരു 3ൽ കൊടുക്കാം. സെലക്ഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 1നെ ഓവർ റൈറ്റ് ചെയ്തുകൊണ്ട് 3 വരും. ഇതിന് നമുക്ക് ഒരു ഡെസിമൽ ടാബ് കൊടുക്കാം. അപ്പോൾ അതിന് ലീഡർ ഒന്ന് സെറ്റ് ചെയ്യാം. ലീഡർ ഡോട്ടഡ് ലീഡർ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം സെറ്റ് കൊടുക്കുക, പിന്നീട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 3 ഇഞ്ചിൽ ഒരു ഡെസിമൽ ടാബ് സെറ്റായി. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം. ഇപ്പോൾ കഴ്സർ ലെഫ്റ്റ് മാർജിനിൽ നിൽക്കുകയാണ്. നമുക്ക് ഈ ടാബ് പൊസിഷനിലാണ് കഴ്സർ വേണ്ടത്. അതിനായി ടാബ് കീ പ്രസ് ചെയ്യുക. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യുക. ഇനി ഇവിടെ ലീഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ടാബ് കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ അവിടെ ലീഡർ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിന്നും അടുത്ത ടാബിലോട്ട് ലീഡ് ചെയ്യുന്നൊരു സംഭവമാണിത്. ഇപ്പോൾ ഉദാഹരണമായി ഇതേതെങ്കിലും ഒരു സാധനത്തിൻ്റെ പേരാണെങ്കിൽ അതിൻ്റെ പ്രൈസ് നമുക്കിവിടെ എങ്ങനെ കൊടുക്കാം. ഇനി അടുത്തത് അതേപോലെ എൻ്റർ ചെയ്ത് ടാബ് കൊടുത്ത് ഇങ്ങനെ ഡേറ്റ എൻ്റർ ചെയ്ത് പോകാവുന്നതാണ്. ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കും. ഇനി ഇതേ ലൈനിൽ തന്നെ ഒരു റൈറ്റ് ടാബും സെറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ 5ൽ ഒരു റൈറ്റ് ടാബ് വേണമെങ്കിൽ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ 5 എന്ന് കൊടുക്കുക. റൈറ്റ് സെലക്ട് ചെയ്യുക. അവിടെ ലീഡർ വേണമെങ്കിൽ ലീഡർ കൊടുക്കാം. ലീഡർ വേണ്ടെങ്കിൽ വെറുതെ സെറ്റ് കൊടുക്കുക, പിന്നീട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഈ 5ൽ ഒരു റൈറ്റ് ടാബ് സെറ്റായി. അവിടേക്ക് പോകണമെങ്കിൽ ടാബ് കൊടുക്കുക, പിന്നീട് അവിടുന്ന് ടൈപ്പ് ചെയ്യുക. അത് റൈറ്റ് അലൈൻഡ് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടാബ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂസസ് ആണ്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ പാരഗ്രാഫ് നല്ല രീതിയിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് വരാൻ, അതുപോലെ ബയോഡേറ്റ തയ്യാറാക്കാൻ, പിന്നീട് ഇതുപോലുള്ള പ്രൈസ് ലിസ്റ്റുകൾ തയ്യാറാക്കാൻ, അതുപോലെ കോളം വൈസ് ഡേറ്റ എൻ്റർ ചെയ്യാൻ ഒക്കെ ടാബ് സെറ്റ് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.